അപ്പോൾ ഞാനിന്ന് ജോലി തപ്പി പോകാൻ നോക്കാണ്. ഹലോ, അപ്പോൾ ഞാനിന്ന് ജോലി തപ്പി പോകാൻ നോക്കാണ്. സോ ഇതാണ് എൻ്റെ വീട്. നമ്മൾ ബസ് ത്രൂ ആണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ബസ് യാത്ര എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എൻ്റെ ബസ് 2:06-നാണ്. ഞാൻ 2:02 പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. സോ എന്താവുമെന്ന് കണ്ടറിയാം. വരുന്നതാണ് എൻ്റെ ബസ്സെന്ന് തോന്നുന്നു. നമുക്കതിൽ കയറി നോക്കാം. സോ ബസ്സിൽ കയറിയിട്ടുള്ള കാര്യങ്ങളാട്ടോ ഇതിൽ കാണിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവുമെന്ന് വെച്ചിട്ട് എടുത്തത്, പക്ഷെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വോയിസ് ഓവർ ഇടാന്ന് വെച്ചു. ഇതാണ് ഇവിടുത്തെ ബസ്സിൻ്റെ ഉൾവശമൊക്കെ. ആ കാണുന്ന സ്ക്രീനിൽ നമ്മുടെ റൂട്ട് കാര്യങ്ങൾ, ബസ് സ്റ്റോപ്പ്, എവിടെയാണ് ഇനി അടുത്ത സ്റ്റോപ്പ്, എത്ര മിനിറ്റിനുള്ളിൽ അടുത്ത സ്റ്റോപ്പിലെത്തും, അതൊക്കെ കാണിക്കുന്നത് ആ ഒരു സ്ക്രീനിലാട്ടോ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ബസ്സിനേക്കാളൊക്കെ അടിപൊളിയാണ്. നമ്മുടെ അവിടെ ഇതൊക്കെ കൊണ്ടുവരാണെങ്കിൽ സെറ്റായിരിക്കും ഉറപ്പായിട്ടും. ഇത് നോക്കിയേ, ഞാൻ ബസ്സിലിരുന്നപ്പോൾ കണ്ടതാണ്. ഞാൻ ആദ്യം ശശി വാട്ടർ എന്ന് ആദ്യം വിചാരിച്ച്, പിന്നെ ഞാൻ മനസ്സിലായി ശശി വാട്ടർ എന്നാണ്. അങ്ങനെയാണെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. സക്സസ്ഫുൾ. ആദ്യമായിട്ട് ഇവിടുന്ന് ബസ് എടുത്തിട്ട് കറക്റ്റായിട്ട് ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് വേണം മോനി. അപ്പം ഞാനിവിടെ വാൾമാർട്ടിക്കല്ല നിൽക്കുന്നത്, ബെസ്റ്റ് ബൈക്കാണ്. എവിടെയെങ്കിലുമൊക്കെ ചോദിച്ചോക്കാം, ജോലി കിട്ടുമായിരിക്കും എപ്പോഴെങ്കിലുമൊക്കെ, എന്നാന്ന് മാത്രം അറിയില്ല. ചോദിച്ചോക്കാം. ഇതാണ് ഇവിടുത്തെ ഒരു അധോലോകം. ഇവിടെയൊക്കെ നിരത്തി ചോദിച്ചു നോക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബസ് കയ്യിൽ പോയി അവരെ ആക്റ്റീവ്ലി ഹയറിങ് അല്ല എന്നാണ് പറയുന്നത്. നമുക്കിനി സ്റ്റേപ്പിൾസിൽ പോയി നോക്കാം. ഒരു വാതിലല്ലെങ്കിൽ അടുത്ത വാതിൽ ഏതിലെങ്കിലും പറ്റി നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റേപ്പിൾസിൽ നിന്നും വന്നു. അവിടെ ഇല്ല. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സൂപ്പർവൈസറെ കണ്ടു. കൊച്ചൊരു മലയാളിയാണ്, തൃശ്ശൂർക്കാരിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അടുത്ത വേറെ തന്നെയാണ് മക്കളെ. സ്നോ ആണ് കേട്ടോ. ഇനി അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിഗോ കിഡ്സാണ്. അവിടെയും ചോദിച്ചു നോക്കാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ളടത്തും ചോദിച്ചു നോക്കാം. എവിടെയെങ്കിലൊക്കെ കിട്ടുമായിരിക്കുമല്ലോ. വിൻ്റർ ഇൻടേക്ക് അല്ലേ, അപ്പോൾ ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മിക്കവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആയിട്ട് ആണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ തുടങ്ങി ഈ ജോലിക്ക് പാർട്ട് ടൈം വിസിറ്റാട്ടോ. ഇപ്പം എല്ലാവരും മടി പിടിച്ചിരിക്കല്ലേ, അപ്പോൾ കച്ചവടം കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ അടുത്ത ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ നോക്കാം. ഇൻഡിഗോ കിഡ്സിലും പോയി. അവിടെയും ഒന്നുമില്ല, പറഞ്ഞ പോലെ അവിടെയും ഈ കച്ചവടം കാര്യങ്ങളൊക്കെ കുറവാണ്. അവിടുത്തെ ഡോറ് ഞാൻ തട്ടി കുളിച്ചു. എനിക്ക് എപ്പോഴും പുഷും പുള്ളും തെറ്റും, എന്താണെന്ന് അറിയില്ല. വന്ന ബുദ്ധി തന്നെ. പക്ഷേ ബാക്കി കാര്യം എനിക്ക് എന്നെ തന്നെ കുറ്റപ്പെടുത്തുന്നത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ബാക്കിയുള്ളവർ കുറ്റപ്പെടുത്താണ്ട് വലിയ ഇഷ്ടമല്ല കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി എത്ര പ്രാവശ്യം ഒരു ദിവസം കേൾക്കേണ്ടി വരും പറയും. പക്ഷേ അതിലൊരു സുഖമുണ്ട്. ഇപ്പം ഞാൻ ഡോളറാമ്മയുടെ ഫ്രണ്ടിലാണ്. അവിടേക്ക് പോകുന്നില്ല, കാരണം എൻ്റെ ചേട്ടൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പാർട്ട് ടൈമായിട്ട്. പുള്ളിക്കാരന് മെയിൻ ജോബുണ്ട്, ഇതുണ്ട്. എന്തായാലും ഞാൻ കയറുന്നില്ല എന്നൊക്കെ വിചാരിച്ചു എൻ്റെ ചേട്ടൻ്റെ ഷോപ്പിലേക്ക്. പക്ഷെ എനിക്കെന്തോ പണിയെടുക്കണത് കാണാൻ തോന്നുന്നു എൻ്റെ ചേട്ടൻ. സോ അങ്ങനെ കയറി ഇറങ്ങി. കാരണം നല്ല തിരക്കുണ്ട്. വെറുതെ ഇങ്ങനെ ബാക്കിയുള്ളവരും കൂടി ബുദ്ധിമുട്ടിക്കാൻ ചേട്ടനെ കാണാത്തതൊന്നും അറിയില്ല. സോ ഞാൻ അടുത്ത ജോലിക്ക്, ചേട്ടൻ്റെ ജോലി ഒരു 4 o'clock ആകുമ്പോൾ കഴിയും. സോ അതുവരെ ഇവിടെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കണം, ജോലിക്ക് അപ്ലൈ ചെയ്യണം. ഭയങ്കര വാൾമാർട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല കേട്ടോ. ഉള്ളതിൽ വെച്ച് ഇവിടെ മിക്ക 5-6 കടയിൽ കയറി. പക്ഷേ ഉള്ളതിൽ വെച്ച് എനിക്ക് ഇത്തിരി മോശമായിട്ട് തോന്നുന്നുണ്ട്. തണുത്ത് പട്ടിയാണ്, ഫ്രീസാവുന്നേ. നമ്മൾ വെയർ ഹൗസിലാണെന്ന് തോന്നുന്നു പോകാൻ നോക്കുന്നത്. അവിടേക്ക് ഉണ്ടാവുമല്ലോ.
ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ പ്ലെയിൻ്റെ ഒക്കെ സൗണ്ട് ഉണ്ട്. പക്ഷെ പ്ലെയിനെ കാണാനില്ല, മഞ്ഞായ കാരണം ആകാശം മൂടി നിൽക്കണ കാരണം തോന്നിട്ട്. നോക്കട്ടെ. ഹലോ ഗൈസ്, അങ്ങനെ ഇന്നത്തെ ജോബ് കണ്ടെത്തുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു. ഒന്നും കിട്ടിയില്ല, ദൈവം സഹായിച്ചൊന്നും കിട്ടിയില്ല എന്ന് പറയാം. പക്ഷെ പ്രതീക്ഷിക്കാം, എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുമല്ലോ, അങ്ങനെ പ്രതീക്ഷിക്കാം. എന്താവോ എന്തോ അറിഞ്ഞൂടാ. പെറ്റ് സ്മാർട്ടിലാണ് ഒരു പ്രതീക്ഷയുള്ളത്. അവിടെ ക്യാഷ്യർ പൊസിഷനിലൊരു അവൈലബിലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്. നോക്കി വെക്കാം, അറിഞ്ഞൂടാ എങ്ങനെയാവുന്നത്. നോക്കി, നല്ല മഞ്ഞ, കൈയൊക്കെ ഫ്രീസാണ്. എൻ്റെ ആണെങ്കിൽ ഗ്ലൗ ഒരെണ്ണം എവിടെയോ വെച്ച് മിസ്സായി. ഇത് ഞാൻ പോണ വഴിക്കുള്ള, തിരിച്ച് വീട്ടിലേക്ക് പോണ വഴിക്കുള്ള മഞ്ഞും കാര്യങ്ങളാട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാ വ്യൂവേഴ്സിനും നന്ദി. ഇനിയും കാണാം. ഓക്കെ, ബൈ.